നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഒരു പ്രത്യേക സന്ദേശമുണ്ട്. വിഷു എന്നത് ഒരു സാധാരണ ദിവസമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. ഈ വർഷത്തെ വിഷുവിൽ നിങ്ങളുടെ നക്ഷത്രം പറയുന്ന രഹസ്യം നിങ്ങൾ അറിയാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ, സന്തോഷമോ ദുഃഖമോ ഭാഗ്യമോ പരീക്ഷണമോ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. കാരണം അവസാനത്തിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവിക സന്ദേശം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രം എഴുതുക. ഓം നമോ നാരായണായ എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവാനുഗ്രഹം ലഭിക്കും. അപ്പൊ നമുക്ക് ഓരോ നക്ഷത്രങ്ങളുടെയും വിഷുഫലത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചികതയല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സാധാരണ ഒന്നല്ല. നിങ്ങൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു വലിയ മാറ്റം, ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, കാരണം അവസാനം നിങ്ങൾക്കുള്ള ഒരു ദൈവിക സന്ദേശമുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷു ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതുവരെ തടസ്സപ്പെട്ടു നിന്നിട്ടുണ്ടാകും. ചില സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ വിഷുവിന് ശേഷം അവിടെ നിന്നുള്ള തടസ്സങ്ങൾ പതിയെ പതിയെ മാറും. നിങ്ങൾക്ക് പുതിയ ജോലി അവസരം ലഭിക്കും, പുതിയ ബന്ധങ്ങൾ കടന്നു വരും, അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ ജൂൺ വരെ നിങ്ങളുടെ ഭാഗ്യം പതിയെ തുറക്കാൻ തുടങ്ങും. ഒരിക്കൽ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു ആഗ്രഹം, ഇത് നടക്കില്ല എന്ന് കരുതിയതുപോലും ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒരുപാട് നിരാശ അനുഭവിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടാകും. പക്ഷേ വിശ്വസിക്കുക, ദൈവം നിങ്ങളെ പരീക്ഷിച്ചിട്ടുള്ളത് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണ്. ഈ വിഷുവോടുകൂടി നിങ്ങളുടെ കണ്ണിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ വരാനുള്ള സമയം അടുത്തു വരികയാണ്. എന്നാൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആരെയും എളുപ്പത്തിൽ വിശ്വസിക്കരുത്. ചെറിയ ധനകാര്യ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ചില ആളുകൾ നിങ്ങളുടെ നല്ല മനസ്സിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക. ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് വിഷു ദിവസം രാവിലെ നിങ്ങൾ വീട്ടിലൊരു ദീപം തെളിയിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വിഷുക്കണി കാണുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകും. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാരായണായ എന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ കഴിയും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ മാറാൻ പോവുകയാണ്. പക്ഷെ ഒരു ചെറിയ മുന്നറിയിപ്പും ഈ വീഡിയോയിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വിഷു പരീക്ഷണത്തിന് ശേഷം വിജയം എന്ന സമയമാണ്. ഇതുവരെ നിങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ടാകും. ജോലി കാര്യങ്ങളിൽ വൈകിപ്പ്, ധനപരമായ സമ്മർദ്ദം, ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് പുതിയ അവസരങ്ങൾ വരും. പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കും. ഒരു അപ്രതീക്ഷിത ധനലാഭം പോലും ഉണ്ടാകാം. മെയ് മുതൽ ജൂലൈ വരെ നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ ശക്തമാകും എന്നതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമം ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങുകയാണ്. ഭരണി നക്ഷത്രക്കാർ നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ പോലും നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷെ ഓർക്കുക, ഇതെല്ലാം താൽക്കാലികമാണ്. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പതിയെ പതിയെ തിരികെ വരും. നിങ്ങളുടെ മനസ്സിൽ സമാധാനം എത്തുന്ന സമയം അടുത്തു വരികയാണ്. എന്നാൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കോപമുണ്ട്, അത് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് വലിയ പ്രതികരണം കാണിക്കരുത്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കും. ധനകാര്യ കാര്യങ്ങളിൽ ജാഗ്രത വേണം. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി ഒരു ദീപം തെളിയിക്കുക. ഓം നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കുക.
കഴിയുന്ന രീതിയിൽ ഒരു ദാനം ചെയ്യുക. അന്നദാനമായാൽ ഏറ്റവും ഉത്തമം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ദോഷങ്ങൾ കുറയും, ഭാഗ്യം വർദ്ധിക്കും. ഭരണി നക്ഷത്രക്കാർ നിങ്ങളുടെ പരീക്ഷണകാലം അവസാനിക്കാൻ പോകുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതുക. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ധനം, ജോലി, ബഹുമതി ഇവയിലൊന്നെങ്കിലും നിങ്ങളെ ഞെട്ടിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഈ ഭാഗ്യം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു ധനവും ബഹുമതിയും വർദ്ധിക്കുന്ന സമയമാണ്. നിങ്ങൾ ഏറെക്കാലം പരിശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫലം കാണാൻ തുടങ്ങും. ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷൻ, ശമ്പള വർധന, പുതിയ അവസരം, ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കും, പുതിയ കസ്റ്റമേഴ്സ് ലഭിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനലാഭം പോലും ഉണ്ടാകാം. ഏപ്രിൽ മുതൽ ജൂൺ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം ഉറപ്പാണ്. നിങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറാൻ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ നിങ്ങൾ വളരെ സ്ട്രോങ് ആയ ആളുകളാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. ചിലപ്പോൾ നിങ്ങൾക്ക് അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടില്ല. ചിലർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയിട്ടില്ല. ഇത് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങൾ അർഹിച്ച ബഹുമതി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ നിരസിച്ചവർ തന്നെ നിങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങും. എന്നാൽ ഒരു പ്രധാന മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ അമിത ആത്മവിശ്വാസം ഒഴിവാക്കണം. ചില തീരുമാനങ്ങൾ ആവേശത്തിൽ എടുക്കരുത്. പ്രത്യേകിച്ച് പണം സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. ആരുടെയെങ്കിലും വാക്കുകേട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യരുത്. ഒരിക്കൽ കൂടി ചിന്തിച്ചാൽ വലിയ നഷ്ടം ഒഴിവാക്കാം. നിങ്ങൾ വിഷു ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമതായിട്ട് സൂര്യനോട് പ്രാർത്ഥിക്കുക. ഓം സൂര്യായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിലെ ഒരു ദീപം കിഴക്കോട്ടേക്ക് തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ ശക്തമാകും. കാർത്തിക നക്ഷത്രക്കാർ നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം സൂര്യായ നമ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ധനവും ബഹുമതിയും വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഒരു പ്രത്യേക കാരണത്താലാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും ഒരുമിച്ച് വരാൻ പോവുകയാണ്. പക്ഷെ അതോടൊപ്പം ഒരു ചെറിയ മുന്നറിയിപ്പും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വിഷു ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ചില പ്രശ്നങ്ങള്, ധനകാര്യ പ്രശ്നങ്ങള്, ജോലി സംബന്ധമായിട്ടുള്ള ആശങ്കകള്, മനസ്സിലെ അസ്വസ്ഥത ഇവയെല്ലാം പതിയെ പതിയെ മാറാൻ തുടങ്ങും. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിക്കും. പ്രത്യേകിച്ച് പുതിയ അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും. മെയ് മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും. ചിലർക്ക് ഒരു വലിയ ആഗ്രഹം പോലും നിറവേറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു കാര്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. രോഹിണി നക്ഷത്രക്കാർ നിങ്ങൾ വളരെ സ്നേഹമുള്ള ആളുകളാണ് എന്ന സത്യം തിരിച്ചറിയുക. നിങ്ങൾ മറ്റുള്ളവർക്കായി എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് നിരാശ മാത്രമാണ്. ഇത് നിങ്ങളെ ഉള്ളിൽ തകർത്തിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും തിരിച്ചെത്തും. നിങ്ങളെ സത്യമായി വിലമതിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അമിതമായ വിശ്വാസം ഒഴിവാക്കണം. എല്ലാവരോടും നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കരുത്. ചിലർ നിങ്ങളുടെ നന്മയെ അസൂയയോടെ കാണും. ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കരുത്. ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിങ്ങൾ വിഷു ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക എന്നതാണ്. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വീട്ടിൽ ഒരു വിളക്ക് തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമാധാനവും വർദ്ധിക്കും. രോഹിണി നക്ഷത്രക്കാർ നിങ്ങളുടെ ഭാഗ്യകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കട്ടെ. ഇത്രയുമാണ് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് മകൈര്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയാം. മകൈര്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല.
ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏറെക്കാലം തേടിയിരുന്ന ഒരു ഉത്തരമോ ഒരു അവസരമോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ അവസരം കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വിഷു തിരച്ചിലിന് ശേഷം കണ്ടെത്തൽ എന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഒരു സ്ഥിരത തേടി നടന്നിട്ടുണ്ടാകാം, ശരിയായ അവസരം കാത്തിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിരുന്ന വഴികൾ തുറക്കാൻ തുടങ്ങും. പ്രത്യേകിച്ച് പുതിയ ജോലി അല്ലെങ്കിൽ ജോലി മാറ്റം, ബിസിനസ്സിലെ പുതിയ ദിശ, പഠനത്തിൽ മുന്നേറ്റം, ഈ കാര്യങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഏപ്രിൽ മുതൽ ജൂലൈ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എടുത്ത ഒരു ചെറിയ തീരുമാനം പോലും വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കും. മകയിരം നക്ഷത്രക്കാർ നിങ്ങൾ വളരെ ചിന്തിക്കുന്ന ആളുകളാണ് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയാറുണ്ട്. ഞാൻ ശരിയായ വഴിയിലാണോ എന്ന് സംശയം വരാറുണ്ട്. നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഓർക്കുക, നിങ്ങൾ തെറ്റായ വഴിയിലല്ല. ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് വ്യക്തമായ ദിശ ലഭിക്കും. നിങ്ങളുടെ മനസ്സിൽ ശാന്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കും. എന്നാൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തീരുമാനങ്ങൾ വൈകിക്കരുത്. അവസരങ്ങൾ വന്നപ്പോൾ പിടിച്ചെടുക്കണം. അധികമായി ചിന്തിക്കുന്നത് ചില അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകും. വിശ്വസിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധ വേണം. ധനകാര്യ കാര്യങ്ങളിൽ സുരക്ഷിതമായ വഴികൾ മാത്രം തിരഞ്ഞെടുക്കുക. ഇനി വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ 108 തവണ ജപിക്കുക. വിഷുക്കണി കണ്ട് ദീപം തെളിയിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും ഭാഗ്യവും വർദ്ധിക്കും. മകയിരം നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴി തുറക്കാൻ പോകുന്നു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത്രയുമാണ് മകയിരം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു യാദൃശ്ചികതയല്ല. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ നടക്കാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കും, ചില കാര്യങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം നിങ്ങൾക്കുള്ള ഒരു പ്രധാന സന്ദേശമുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വിഷു മാറ്റങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും മാറുന്ന ഘട്ടത്തിലാണ്. ജോലി മേഖലയിലെ പുതിയ അവസരം, സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം. ബന്ധങ്ങളിൽ പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, പുതിയ ബന്ധങ്ങൾ തുടങ്ങും. ചിലർക്ക് ഒരു വലിയ തീരുമാനമെടുക്കേണ്ട സമയം വരും. മെയ് മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ആദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ നന്മയ്ക്കായിരിക്കും എന്നത് മനസ്സിലായി തുടങ്ങും. തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ്. ചിലപ്പോൾ ജീവിതം നിങ്ങളെ പരീക്ഷിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ടാകും. പക്ഷെ ഓർക്കുക, നിങ്ങൾ വളരെ ശക്തനായ വ്യക്തിയാണ്. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം വരാൻ പോവുകയാണ്. നിങ്ങൾ വീണ്ടും ഉയർന്നു നിൽക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമയം നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ വളരെ പ്രധാനമാണ്. പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ ഒഴിവാക്കണം. കോപത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് വിഷമമാകും. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ ശ്രദ്ധയോടെ പെരുമാറണം. ആരോടും കടുപ്പമായി സംസാരിക്കരുത്. ശാന്തമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഇനി വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. ഒരു വിളക്ക് തെളിയിച്ച് ധൂപം കാട്ടുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങും. തിരുവാതിര നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമഃശിവായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവാതിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരു സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു തുടക്കമുണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കാൻ പോകുന്ന സമയം എത്തിക്കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അവസരം കൈവിട്ടു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വിഷു പുനരാരംഭത്തിന്റെ സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പാതി വഴിയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകും.
ചില സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം അതേ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. ജോലി മേഖലയിൽ പഴയ അവസരം വീണ്ടും ലഭിക്കും. ഒരു പുതിയ തുടക്കമുണ്ടാകും. ധനകാര്യത്തിൽ നഷ്ടങ്ങൾ പതിയെ പതിയെ തിരികെ കിട്ടും. സ്ഥിരതയുണ്ടാകും. ബന്ധങ്ങളിൽ അകന്നുപോയ ആളുകൾ വീണ്ടും അടുത്തു വരാം. മെയ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. നിങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് പോലും വീണ്ടും ലഭിക്കാൻ സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാർ നിങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. നിങ്ങൾ വിശ്വസിച്ച ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ട്. ഇത് നിങ്ങളെ ഉള്ളിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. അത് നല്ല രീതിയിൽ തിരികെ നൽകാൻ വേണ്ടി മാത്രമാണ് എടുത്തത്. ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് സന്തോഷം വീണ്ടും ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പഴയ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കരുത്. ഒരിക്കൽ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ വീണ്ടും വീഴരുത്. ആളുകളെ വിശ്വസിക്കുമ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം. ധനകാര്യ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അല്പം കൂടി ചിന്തിക്കുക. വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീരാമനെ പ്രാർത്ഥിക്കുക. ഓം ശ്രീരാമായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വിഷുക്കണി കണ്ട് ദീപം തെളിയിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കും. പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ജയ് ശ്രീരാം എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരികെ വരട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു പ്രത്യേക സൂചനയാണ്. ഈ വിഷുവില് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ സമയം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഉത്തരം ലഭിക്കാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഈ അനുഗ്രഹം വൈകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷു അനുഗ്രഹവും വളർച്ചയും ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുവരെ വളരെ ക്ഷമയോടെ കാത്തിരുന്നതാണ്. ചില കാര്യങ്ങൾ വൈകിയിട്ടുണ്ടാകും. ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഈ വിഷുവിന് ശേഷം എല്ലാം ശരിയായ സമയത്ത് നടക്കാൻ തുടങ്ങും. ജോലി മേഖലയിൽ സ്ഥിരത ലഭിക്കും. പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയ അവസരം ലഭിക്കും. ധനകാര്യത്തിൽ വരുമാനം വർദ്ധിക്കും. സമ്പാദ്യം കൂട്ടാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്നിവയുണ്ടാകും. ജൂൺ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായിരിക്കും. നിങ്ങൾ ഏറെക്കാലം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറുകയാണ്. പൂയം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ സഹനമുള്ള ആളുകളാണ്. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്കായി ത്യാഗം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സന്തോഷം പോലും പിന്നിലാക്കി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ അതിനു പകരം നിങ്ങൾക്ക് ലഭിച്ചത് പലപ്പോഴും വില കുറച്ചാണ്. ഇത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ഓർക്കുക, ദൈവമെല്ലാം കാണുന്നുണ്ട്. ഈ വിഷുവിന് ശേഷം നിങ്ങൾ അർഹിച്ച സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവർക്കും അതേ പറയുന്നത് ഒഴിവാക്കണം. ചിലപ്പോൾ ഇല്ല എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളുടെ സമയം, നിങ്ങളുടെ എനർജി ശരിയായ കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. ധനകാര്യ കാര്യങ്ങളിൽ ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക. അനാവശ്യ ബാധ്യതകൾ ഏറ്റെടുക്കരുത്. ഇനി നിങ്ങൾ വിഷു ദിവസം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഗുരുവിന്, ബൃഹസ്പതിയെ പ്രാർത്ഥിക്കുക. ഓം ഗുരവേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഒരു ദാനം ചെയ്യുക. വിദ്യാദാനം അല്ലെങ്കിൽ അന്നദാനം. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഇരട്ടിയാകും. പൂയം നക്ഷത്രക്കാർ, നിങ്ങളുടെ അനുഗ്രഹകാലം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം ഗുരവേ നമഃ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കട്ടെ. ഇത്രയും കാര്യങ്ങളാണ് പൂയം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒരു സൂചനയാണ്. ഈ വിഷുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ചില കാര്യങ്ങൾ നിങ്ങളെ ഞെട്ടിക്കും. ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ പോലും നിങ്ങളുടെ മുന്നിൽ യഥാർത്ഥ രൂപത്തിൽ വരാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇത് നിങ്ങളെ മുന്നറിയിപ്പും അനുഗ്രഹവും ഒരുമിച്ച് നൽകും. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വിഷു സത്യം തിരിച്ചറിയുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്കറിയാതെ നടന്നിട്ടുണ്ടാകും. ചില ആളുകൾ നിങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ വിഷുവിന് ശേഷം എല്ലാം വ്യക്തമാകാൻ തുടങ്ങും. ജോലി മേഖലയിൽ മറഞ്ഞിരുന്ന പ്രശ്നങ്ങൾ പുറത്തു വരും. അതിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ധനകാര്യത്തിൽ നഷ്ടങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. പുതിയ അവസരങ്ങൾ ലഭിക്കും. ബന്ധങ്ങളിൽ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരെന്ന് മനസ്സിലാകും.
വ്യാജബന്ധങ്ങൾ മാറും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി വരും. നിങ്ങൾ എടുത്ത ചില തീരുമാനങ്ങൾ ഇപ്പോൾ ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആയില്യം നക്ഷത്രക്കാർ, നിങ്ങൾ വളരെ സങ്കീർണമായ മനസ്സുള്ള ആളുകളാണ്. നിങ്ങളെല്ലാം മനസ്സിൽ വച്ച് നടക്കുന്നവരാണ്. പുറത്തേക്ക് പറയാത്ത വേദനകൾ നിങ്ങൾക്കുണ്ടാകും. ചിലർ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ സ്നേഹം പോലും ചിലർ വില കുറച്ചിട്ടുണ്ടാകും. ഇത് നിങ്ങളെ ഉള്ളിൽ വേദനിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വിഷുവിന് ശേഷം നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾക്ക് മാനസിക സമാധാനം ലഭിക്കാൻ തുടങ്ങും. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രതികാരം ചെയ്യാനുള്ള ചിന്ത ഒഴിവാക്കണം. പഴയ കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വയ്ക്കരുത്. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പറയരുത്. വിശ്വസിക്കാവുന്ന ആളുകളെ മാത്രം സമീപിക്കുക. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വേണം, പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. ഇനി വിഷു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നാഗദേവതയെ പ്രാർത്ഥിക്കുക. ഓം നമോ നാഗദേവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. ഒരു വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ മാറും. ആയില്യം നക്ഷത്രക്കാർ, നിങ്ങളുടെ ജീവിതത്തിൽ സത്യത്തിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു എന്നത് തിരിച്ചറിയുക. കമന്റ് ബോക്സിൽ ഓം നമോ നാഗദേവായ എന്ന് എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരട്ടെ. ഇത്രയും കാര്യങ്ങളാണ് ആയില്യം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്.